ഹായ് ഹലോ ഓക്കെ. അപ്പൊ ഇന്ന് ചുമ്മാ ഇറങ്ങിയേക്കുമായിരുന്നു. കുറച്ച് ഇന്ന് നമ്മള് നാളെ നിങ്ങള് മറ്റന്നാളെ നിന്റെ ഓക്കെ ഒന്നുകൂടെ പറയാം. ഹായ്, നമ്മളിന്നിപ്പം കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇന്ന് പിങ്കിയുടെ വീട്ടിൽ വന്ന. ഹലോ പിങ്കി. അതുപോലെ തന്നെ ജോയിലുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇത്രയും നേരം സമയം ഏകദേശം എന്താ 4 മണി പയ്യെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങണം. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട പണിയിലായിരുന്നോണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയില്ല. എവിടെയാണ് പോണ്ടേ? നമ്മളിവിടെ തൊഴയടുത്ത് തന്നെ കഫേ KL38 കഫേ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. അപ്പൊ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പം പോയിട്ട് വരാം. എങ്ങോട്ട് പോകണം? എന്നെ സെറ്റപ്പ് ആയിട്ട് കിട്ടുന്നത്. എങ്ങോട്ട് പോകുന്നത്? ഇന്ന് പോകുന്നത് നമ്മുടെ ഗോകുലിന് ഒരു ആഗ്രഹം, ഒരു മന്തി കഴിക്കണം. പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സഹായിച്ചു കൊടുക്കണം. അതുകൊണ്ട് ലെറ്റ്സ് ഗോ ടു KL38 മന്തിക്കട. കാണാടാവേ. നമ്മളിപ്പോ മങ്ങാട്ടവലയിലാണ്. മന്തി കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ജിത്തൊരു വേറൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ ഈ പിള്ളേരുടെ ആഗ്രഹം സഹായിച്ചു കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ജിത്തൊരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ പോയി മേടിച്ചേക്കാം. മേടിച്ചു തരാന്ന് ഞാൻ പറയത്തില്ല, കാരണം കാശ് കൊടുക്കാൻ നീയാണല്ലോ. നിന്റെ പാന്റിന് പറ്റിയ കോമ്പിനേഷൻ ആണല്ലോ. നമുക്ക് മങ്ങാട്ടോല ഒന്ന് ഫേമസ് ആക്കണ്ടേ? സിമ്പിൾ ആയിട്ട് വേണമെന്നല്ലേ പറഞ്ഞേ? അത് ഇച്ചിരി നല്ല സിമ്പിൾ ആണല്ലോ. കൊള്ളാലോ. ഞാൻ പറയട്ടെ, ഒരു ബ്ലാക്ക് വെയിലത്തിറങ്ങിയ കത്തും. ഇത് കുഴപ്പമില്ല. ഇതിലെത്രയാ? ആദ്യം ഇവിടുത്തെ ചെരുപ്പ് ടോമിയാസാനെ മേടിച്ചു കൊടുക്കാൻ പറ്റിയ സാധനം. 9 എടുത്തു. 9 ഇച്ചിരി കാല് വരക്കണം. ഞാൻ അതാണ് ഇച്ചിരി വേർപ്പരോഗി. അത് കാരണം ചേച്ചി ഈ സാധനത്തിന് ബ്ലാക്ക് ഉണ്ടോ? അതിന്റെ ബ്ലാക്കാ, റെഡ് ഉള്ളൂ നമുക്ക്. ഇത് നോക്കി, ഇത് ബ്ലാക്കാ. അത് നിനക്ക് 10. അത് പാകമായില്ലെങ്കിൽ പിന്നെ കാലിന്റെ പകുതി കഷ്ണം. അതെ. ഇതിനെത്രയാ? ഇത് നമുക്ക് ചോദിക്കാം. എന്ത് ചെരുപ്പാടേ ഇത്? അവസ്ഥ കേട്ടോ, വല്ലാത്ത അവസ്ഥ കേട്ടോ. വീട്ടിൽ പറ്റുള്ള പെൻസിൽ റബ്ബറൊക്കെ മുഴുവനായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ പോലെ ചെരുപ്പ് 250 നിന്റെ ചെരുപ്പ് കണ്ടിട്ട് ഞാൻ സഹതാപത്തിലും 10 ചെരുപ്പ് ആദ്യം എടുത്ത് കാണിച്ചു. നമ്മള് ചെരുപ്പിന്റെ നല്ലൊരു വീഡിയോ എടുത്തിട്ടാ വന്നേ. എന്നിട്ട് 250 ചെരുപ്പ് അവന് വാങ്ങാൻ പറ്റില്ല. ആ ചെരുപ്പ് ഇവിടെ എടുത്തല്ലോ കേട്ടോ. ഞങ്ങളുടെ ചെരുപ്പിന് അതെ, കടക്കാൻ പോവാനായി പോവും. ഇതൊക്കെയാണ് നിങ്ങൾ വിൽക്കണെന്ന് ചോദിക്കും. പൊതിയൊന്നും ഇപ്പൊ ഇട്ടോണ്ട് പോകാൻ വേണ്ടിട്ടാ. എവിടെയും പോയി വീഴുമില്ലെങ്കിൽ അടിച്ചു മാറ്റുമ്പോ നോക്കി നല്ലതൊക്കെ അടിച്ചു മാറ്റിയത്. ഇവര് അപ്പനപ്പന്മാരായിട്ട് ഉപയോഗിച്ചു വരുന്ന സാധനം. അത് കലക്കി പേടിക്കണ്ട, അത് നമ്മള് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇതുപോലെ ചെരുപ്പ് ഉപയോഗിക്കുന്നവര് കുറച്ചൊക്കെ കൂടി കഴിഞ്ഞാൽ കച്ചവടം പോകും. കാരണം 4 കൊല്ലം 5 കൊല്ലം ഒക്കെ കൂടി ചെരുപ്പ് മേടിക്കുന്നവര് വിഷയം. വലിയ പഴക്കില്ല. അതെ അതെ. വീട്ടിലെ പുതിയ പട്ടി കുഞ്ഞുങ്ങൾ, പഴയ പട്ടികളൊന്നും കുഴപ്പമില്ല, പുതിയ പട്ടികള്. ഇത് എന്റെ കല്യാണത്തിനായിരിക്കും നീ മാറ്റുന്ന കാര്യം. ഓക്കെ, സെറ്റ്. അപ്പൊ പരിപാടിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മള് ഗോകുലിന്റെ കാറ് കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് നമ്മള് ബൈക്ക് എടുത്തോണ്ട്
നമ്മൾ കാർ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ ബൈക്കുമായിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഗോകുലിനപ്പന് വണ്ടി വേണം. അപ്പോ ഇവർക്ക് ഇവിടെ മാത്രമല്ല കടയുള്ളത്, ഇവർക്ക് ഒരു കട കരിങ്കുന്നത്ത് കൂടെ ഉണ്ട്. അപ്പോ അതെ ബിസിനസ് മാഗ്നറ്റ് ആണ് എല്ലാവരും അറിയിക്കണം. അതെ അതെ അതെ. അപ്പൊ അത് കാരണം ബിസിനസിന്റെ മലയാളം കച്ചവടം, വ്യാപാരം 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 ഓക്കെ. അപ്പൊ നമ്മൾ ട്രിപ്പ് അടിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ചാടി ഓടി ബൈക്കിൽ കയറി. നമ്മള് KL38 ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. കണ്ടു കാണുമായിരിക്കും നിങ്ങള്. വേറെ കുറച്ച് ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ പെയ്ഡ് പ്രൊമോഷൻ ആണ് ഗൈസ്. അതെ അതെ അതെ. ഞങ്ങൾ പേ ചെയ്തോളൂ. ഫുഡ് കഴിച്ച് പ്രൊമോട്ട് ചെയ്യുന്ന അതെ അതെ. സ്വന്തമായിട്ട് കാശ് കൊടുത്ത് കഴിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന അന്തസ്സാണ് ആ ഞങ്ങൾക്ക് ഉള്ളൂ. ഇനി ഫുഡിനെ കുറിച്ച് 2 വാക്ക്. ഞാൻ കഴിച്ചത് അപ്പവും ബീഫ് കറി എനിക്കിഷ്ടപ്പെട്ടു. നല്ല നാടൻ, നല്ല സ്വയംഭൻ അപ്പം, നല്ല സെറ്റപ്പ് ബീഫ് കറി ആയിരുന്നു. ഓവറായിട്ട് എരിവോ കാര്യങ്ങളൊന്നുമില്ല. ആവശ്യത്തിന് എരിവ് മസാല കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചത് ഒരു പിന്നടാ ബീഫ് കിഴിപ്പൊറോട്ട. ബീഫ് കിഴിപ്പൊറോട്ട ആയിരുന്നു. പിന്നെ കുറച്ച് സാധനം എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. ഞാനിതുവരെ കിഴിപ്പൊറോട്ട കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണെന്ന് നല്ല എനിക്കറിയാൻ പാടില്ല. സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബീഫാണെന്നുണ്ടെങ്കിലും നൈസായിരുന്നു. ഭയങ്കര ടെൻഡർ ബീഫ്. അതെ അതെ, ടെൻഡർ ആയിരുന്നു. ഭയങ്കര ജ്യൂഷി ആയിരുന്നു. അത് ലൈക്ക് ഇറ്റ് വെരി മച്ച്. അതെ, അവിടുത്തെ ഒരു ടിഷ്യൂ പേപ്പറിന്റെ ഒരു കവർ തീർത്തിട്ടുണ്ട് എന്തായാലും. അതെ അതെ. അതാ ഇച്ചിരി ഒരു ചെറുതായിട്ട് മസാല കൂടുതലായിരുന്നു. നെയ്യ് ഇച്ചിരി എരിവ് കൂടുതലായിരുന്നു. മസാല പിടിച്ചിട്ട് തന്നെയാ. ചിലവർക്ക് അത്ര മസാല പറ്റില്ല. എനിക്ക് ഒട്ടും മസാല പറ്റില്ല. എണ്ണക്കയിലും മസാല കഴിക്കുന്ന ആൾക്കാരാണ്. അത് നിങ്ങൾക്ക് മസാലുള്ളവർക്ക് മസാലയൊക്കെ പറ്റും. അപ്പൊ ഞാൻ കഴിച്ചത്, ഇവൻ കഴിച്ച ജിത്ത് കഴിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനം. ഓപ്പോസിറ്റ് അല്ല, ബീഫിന് ഒരു ചിക്കൻ കിട്ടും. അതെ, ചിക്കൻ കിഴിപ്പൊറോട്ട അടിപൊളിയായിരുന്നു. സെറ്റപ്പായിരുന്നു, കൊള്ളാം. ആ ഒരു കൊടുത്ത പൈസക്ക് വളരെ വെറുത്തായിട്ടുള്ള സാധനം. അതിൽ കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ എന്തായാലും കുഴിമന്തി കഴിക്കാതിരുന്നത് നന്നായി. എന്തായാലും ഇതുവരെ ഞാനും അങ്ങനെ ചിക്കൻ കിഴി മറ്റേ കൊത്തു പൊറോട്ട കഴിച്ചിട്ടുണ്ടെങ്കിലും കിഴിപ്പൊറോട്ട അങ്ങനെ കഴിച്ചിട്ടില്ല. അടിപൊളിയായിരുന്നു, സെറ്റപ്പായിരുന്നു. നല്ലപോലെ അങ്ങോട്ട് ചിക്കനൊക്കെ പൊറോട്ടയ്ക്കകത്ത് ഇങ്ങനെ സെറ്റപ്പായിരുന്നു. സ്റ്റാഫിന്റെ സർവീസ് നല്ലതായിരുന്നു. പുള്ളി നമ്മളോട് നന്നായിട്ടാണ് ഡീൽ ചെയ്തത്. പിന്നെ ഭയങ്കര കത്തി റേറ്റ് ഒന്നുമില്ല, ആവശ്യത്തിനുള്ള റേറ്റ്, അഫോർഡബിൾ റേറ്റ്. ഇപ്പം പറഞ്ഞു തുടങ്ങി തന്നെ ഞാനത് ഭയങ്കര റേറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ അത്യാവശ്യം ആൾക്കാർ വന്നാലും ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. കാരണം 2 നിലയുണ്ട്, മുകളിലുണ്ട് മേളിലും ഉള്ളത് കൊണ്ട് അത്യാവശ്യം ആൾക്കാർ വന്നാലും ഇരിക്കാൻ സ്ഥലമുണ്ട്. മൊത്തത്തിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സാറ്റിസ്ഫൈഡ് ആണ്. ജോയൽ അതെ, ഞാനും അതെ, എല്ലാം അടിപൊളിയായിരുന്നു. 3 പേരും കഴിച്ച സാധനങ്ങൾ വിജയകരമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ പിന്നെ അറിയാലോ. പിന്നെ അതേ ഉള്ളൂ, അടുത്ത സ്ഥലത്തേക്ക് ഉൾപ്പെടിക്കാറില്ല. എന്തായാലും ഇനി ബാക്കി എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടാകുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.
ഗ്ലുപ്പ് അടിക്കുന്നതാണോ നീ പറഞ്ഞത്? ഞാൻ ട്രിപ്പ് അടിക്കുന്നതാണ് ട്രിപ്പ് അടിക്കാന്നോ? അല്ലെങ്കിൽ ട്രിപ്പ് അടിക്കണല്ലോ. ഒരു വണ്ടി കൊണ്ട് 3 പേരുണ്ട്, ട്രിപ്പിൾ അടിക്കാനും പറ്റിയല്ല. വണ്ടി ഇന്ന് ഫുള്ള് പൈസ കൊടുക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും, അതായത് ഞങ്ങൾ ട്രിപ്പ് അടിയായിരുന്നു. ഒരുത്തനെ കൊണ്ടേ വിട്ടിട്ട് അടുത്ത ആളെ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഹെൽമെറ്റ് കൊണ്ടുപോകാൻ മറന്നുപോയി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ ക്യാമറ ഉണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴി കറങ്ങി പോകാനൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ 500 രൂപ പോകണേ പോകട്ടെ, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അല്ല പിന്നെ ചാച്ചന്റെ വണ്ടിയല്ലല്ലോ, ചിത്തുവിന് വേണ്ടിയത് നമുക്ക് ആവാലോ. One night,